പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രാർത്ഥന, വിടുതൽ പ്രാർത്ഥന, നവീന പ്രാർത്ഥന വിശുദ്ധ തോബീത്തിൻ്റെ പുസ്തകത്തിനെ ആസ്പദമാക്കിയുള്ളതാണ്. വിശുദ്ധ തോബീത്തിൻ്റെ പുസ്തകത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവമായ കർത്താവ് മുഖ്യദൂതനായ വിശുദ്ധ മാലാഖയെ അയച്ച് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. വിശുദ്ധ മാലാഖയുടെ മധ്യസ്ഥത്താൽ ഇടപെടലുകളാൽ തോബിയാസിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ലഭിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കുന്നു, അവരുടെ ചെറിയ തോബിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള അനുഗ്രഹം കൊടുക്കുന്നു. വിവാഹപ്രായമായിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കാതിരുന്ന രഘുവേലിൻ്റെ പുത്രി സാറാക്കി കൊച്ചു തോബിയാസിനെ വരനായി നൽകുന്നു. അതുപോലെ തന്നെ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബം ധാരാളം പാവപ്പെട്ടവരെ സഹായിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിന് അതുവഴി ദൈവം അവരെയും സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നു. അവിടെയുള്ള ഈവിൾ സ്പിരിറ്റ്, തരത്തിലുള്ള ഈവിൾ സ്പിരിറ്റിനെ ദൈവമായ കർത്താവ് വിശുദ്ധ മാലാഖയുടെ ഇടപെടലുകൾ വഴി ബന്ധിക്കുന്നു. ഒപ്പം സ്വന്തം ജീവിതകാലത്ത് ശത്രുക്കളുടെ അധപതനം അവർ കാണുകയും ചെയ്യുന്നു. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ്. വിശുദ്ധ മാലാഖയുടെ ഇടപെടലുകൾ വഴി ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 6 പ്രാർത്ഥനകളിൽ ആദ്യത്തെ 2 പ്രാർത്ഥന പ്രൊമിസിംഗ് പ്രാർത്ഥനയാണ്. അതായത് യേശു പറയുന്നു, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. മത്തായി 6:33. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഒന്നാമത്തെ പ്രാർത്ഥന എൻ്റെ ആത്മാവിന് വേണ്ടി, രണ്ടാമത്തെ പ്രാർത്ഥന മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പ്രൊമിസ് നൽകുന്നു. 3, 4, 5, 6 പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകമായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെ കാണുന്ന 6 കൽപ്പനകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഓരോന്നായി കൊടുക്കുകയാണ്. അവിടെ ഈശോ നമ്മെ സമർപ്പിക്കുന്നു, പ്രാർത്ഥനകൾ അനുഗ്രഹിക്കുന്നു, സഫലമാക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക, കൈവെള്ളകളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ അയച്ചു തരിക 7385053202 നമ്പറിലേക്ക്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പിതാവായ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണമേ. അങ്ങേക്കൊന്നും അസാധ്യമായില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നു. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ അവിടുന്ന് കനിവുണ്ടാകണമേ. ഈ പ്രാർത്ഥനകളുടെ സഫലീകരണം, പൂർത്തീകരണം സംഭവിക്കുമാറാകട്ടെ. അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി മാറുകയും ചെയ്യട്ടെ. നമ്മുടെ രോഗപീഠകളുള്ള ഭാഗങ്ങളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. യേശു സൗഖ്യം നൽകട്ടെ. ക്യാൻസർ ഉള്ളവർ, മറ്റു ത്വക്കിൻ്റെ അസുഖം, വയറുവേദന, നടുവേദന, മറ്റു രോഗങ്ങളുള്ളവർ എല്ലാം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈശോ സൗഖ്യം നൽകട്ടെ. ഒപ്പം നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങളിൽ കുരിശ് വരച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ കുരിശ് വരച്ച് ബന്ധിക്കുക, സംരക്ഷിക്കുക. അഭിഷേകം ഉണ്ടാകട്ടെ. യേശു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വീകരിക്കാം. അതിനായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടൊത്തുണ്ടാകുകയും നമ്മുടെ എല്ലാ രോഗപീഠകളിൽ നിന്ന് സംരക്ഷിക്കുകയും ഒപ്പം എല്ലാ തരത്തിലുള്ള അൺടൈമിംഗിൽ ഡെത്തിൽ നിന്ന് മോചനം ഉണ്ടാകുകയും എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ബ്ലെസ്സിങ് പ്രെയർ, നൊവേന പ്രെയർ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോൺ പ്രോഫിറ്റബിൾ ചാനലാണ്. ഒപ്പം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ 7385053202 അയച്ചു തരിക. എല്ലാ ദിവസവും യൂട്യൂബിലൂടെ 5 AM നമ്മൾ ഇന്ത്യൻ സമയത്ത് കണ്ടുമുട്ടുന്നു, പ്രാർത്ഥിക്കുന്നു. അതുവരേക്കും ഈശോ നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛനാത്മീയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മാലാഖയുടെ മധ്യസ്ഥ ശക്തിയാൽ ഇടപെടലുകൾ വഴി ദൈവമായ കർത്താവിൻ്റെ അഭിഷേകവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥതയാൽ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹവും കൃപയും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.